ഏടി ആ ഈച്ച കൊടുക്ക നേരം വെക്കുമ്പോ തന്നെ ഞാൻ എന്റെ അടുത്തേക്ക് വെച്ചിട്ട് ഇറങ്ങിയതാടി, അല്ലാതെ വേറെ എടുക്കുവല്ല. എന്റെ അടുത്തേക്കോ? എന്താപ്പൊ ഒരു പതിവില്ലാത്ത വരവൊക്കെ? ഒന്നല്ലേടി, എന്താ പണക്ക് പണി? ഞാനെടി ഇന്നലെ തിരുമ്പിട്ടാണ്, അപ്പൊ അതൊക്കെ ഒന്ന് എടുക്കട്ടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ആ അല്ലാണ്ട് പെണ്ണ് വിളിക്ക എന്തേലും ചെയ്തീന്നാ? അപ്പൊ അടുത്തൊന്നും ഓളെ ഞാൻ ഇവിടെ കണ്ടീല, അതാ ഞാൻ എന്നോട് ചോദിച്ചേ. ആ ഓള് പോയിട്ട് ഇപ്പൊ ഒരു മാസൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ വരലൊന്നുമില്ല. എന്താ, അവൾക്ക് പെരപ്പണിയൊക്കെ ആണല്ലോ, അപ്പൊ അത് കാരണം ഇപ്പൊ വരലൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒറ്റക്കന്നെ ഉള്ളു. അതെ, അല്ലടി എന്റെ കല്യാണൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണത് കേട്ടതാട്ടോ, അതുകൊണ്ടാ ഞാൻ എന്നോട് ചോദിക്കണത്. ആടി, അത് ഇന്റെ അഞ്ചത്തിയോളും ഏടത്തിയോളും ഒക്കെ പറഞ്ഞിട്ടേ ഒരു ഉണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ വല്ലാതെ സമ്മതിച്ചിട്ടൊന്നുമില്ല. ഈ പെണ്ണിന്റെ കാര്യൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോളേ സമ്മതിക്കാട്ട് തോന്നൂല്ല. പിന്നെ ഓരെല്ലാരും നിർബന്ധിക്കണുണ്ട് കല്യാണം കഴിച്ചോ, ഇനി എത്ര കാലച്ചിട്ടാ ഒറ്റക്ക് ഇങ്ങനെ നിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഓല് വന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഇഷ്ടപ്പെട്ടിക്കണ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഇനിയിപ്പൊ എത്ര കാലച്ചിട്ടാ ഞാൻ ഒറ്റക്ക് നിക്ക. മകൾക്കാണെങ്കി ഇപ്പൊ ഇനി ഇന്നെ വേണമെന്നില്ല. അപ്പൊ ഇനി സ്ഥലത്തുനിന്നൊക്കെ ഓരി ഓൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. ഇനിയിപ്പോ ഓൾക്ക് പേരൊക്കെ കേറ്റുന്നുണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോ എന്തിനാ ഇതിലൊരു ഓരി? അതിന്റെ ആവശ്യമൊന്നും ഓൾക്കില്ല. എങ്ങനെ ആയാലും നല്ല പൈസക്കാരാണ് ഓളെ കല്യാണം കേക്കൊക്കെ ചെയ്തിക്കണത്. പിന്നെ ഇനി എന്റെ ഇതിത്തെ മുതലിന്റെ ഇതൊന്നും എന്തിനാ ഓൾക്ക്? ഇനിയിപ്പൊ എന്നെ കല്യാണം കേൾക്കാണെന്നുണ്ടെങ്കിൽ ഓൾക്കും ഇക്കും കൂടി എടുക്കാലോ ഇപ്പൊ ഇത്. അതിന് വിചാരിക്കണത്. ആ ഞാൻ വന്നതെടി, എന്റെ അടുത്തൊരു 500 റുപ്യ ഉണ്ടാവോ എടുക്കാന്? ഈ കാണുന്നുണ്ടെ ഇന്നാണെങ്കിൽ കുടുംബശ്രീ ഉണ്ടായിരുന്നു, അതിന് പൈസ അടക്കാണ്ടായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടിട്ടപ്പൊ ഞാൻ എന്നോട് രാവിലെ തന്നെ അങ്ങോട്ട് വന്നത്. 500 റുപ്യ ഇല്ലടി, എന്റെ അടുത്തില്ല. ഉണ്ടായിന്ന് ഞാൻ പീടികയില് കൊടുക്കാണ്ടായിരുന്നേ കുറച്ച് പൈസ, അപ്പൊ അതിലാണ് കൊടുത്ത്. ഇന്നലെ കൊടുത്തത് മള. ഇനിയിപ്പോ എന്താ കാട്ട? എന്റെ അടുത്ത് ഇല്ലടി. അത് സാരില്ലടി, ഞാൻ ഇനിയിപ്പോ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കിക്കോളാം. ആ നബീസാനോടോ ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം, അതാ നല്ലത്. ഞാൻ എന്റെ അടുത്ത് ഉണ്ടാവോന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാ. അനക്കിപ്പോ ആരാ തരാനുള്ളത്? പെണ്ണല്ല ഇപ്പൊ തരാനുള്ളത്. ഓളിപ്പോ വരലും ഇല്ല. അതൊരു കാര്യം. എന്തായാലും ഞാനാണ് പോയോക്കട്ടെ. ഇനിയിപ്പൊ മറ്റൊരോടൊന്ന് ചോദിച്ചോക്കട്ടെ പൈസ ഉണ്ടോന്ന്. ആയിക്കോട്ടെ. എന്നാല് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാ ആയിക്കോട്ടെടി, ഞാൻ പിന്നെ വരണ്ട്. ആടി ശരി എന്നാ. ആ ഓഹോളേ, പൈസക്ക് വേണ്ടി വന്നതൊന്നല്ല. ഇക്കറിയാലോ ഓള് എന്തിനാ വന്നിക്കണ്. കല്യാണക്കാര് എന്തായിന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഓള് വന്നിക്കണ്. ഇനിയിപ്പോ ഈ പേടിക്കൊന്നും വേണ്ടല്ലോ, എന്റെ പൊന്നിന്റെ അടുത്ത് എത്തിച്ചോളിപ്പോ അതൊക്കെ. ഇരിക്ക. എന്തായാലേ ഓളെ മകൾക്ക് വിളിച്ച് പറയട്ടത്. ഈ പെണ്ണിതവിടെ ഫോൺ അടിച്ചിട്ട് എടുക്കണില്ലല്ലോ. ഹലോ, ഞാനേടി സെഫിയാത്തേണേ. എന്താ എന്റെ പാട്? ആ ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. എന്റെ ഉമ്മാന്റെ രണ്ടാമത്തെ കല്യാണം ഉണ്ടല്ലോ, ഇജ്ജ് അറിഞ്ഞത്? എങ്ങനെ അറിയാ? എന്നോട് പറഞ്ഞാലല്ലേ ഇപ്പൊ ഇജ്ജ് അറിയുള്ളൂല്ലേ. എന്റെ ഉമ്മയെ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോവാത്ര. പിന്നെ ഇപ്പൊ ഈ സ്വത്തും മുതലൊക്കെ അയാളെ പേരിൽ എഴുതി കൊടുക്കും ചെയ്യത്ര. അണക്കാണെങ്കി ഒന്നും ഉണ്ടാവൂല. ഞാൻ ഇന്റെ ആൾക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടെ ഞാൻ പണക്ക് വിളിച്ചത്. എന്നുവെച്ചാ എന്റെ ഉമ്മാനോടൊന്നും പറയരുത്, ഞാനാണ് അനക്ക് വിളിച്ച് പറഞ്ഞിക്കണെന്നുള്ളത്. ഇനിയിപ്പൊ അതൊക്കെ കേക്കാൻ വെച്ചായിട്ടാണ്. അനക്കൊന്ന് എന്റെ ഉമ്മാന്റെ അടുത്തൊന്ന് വന്ന് പോയിക്കൂടെ ഇടക്കൊക്കെ? എന്റെ ഉമ്മ പറഞ്ഞ് ഇജ്ജ് തീരെ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വേറൊരു കല്യാണം കേൾക്കാൻ നിക്കണെന്നാണ്. അനക്കൊന്ന് വന്നൂടെ? ഇനിയിപ്പൊ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച്. ഇനിയിപ്പൊ എന്തായാലും ഇജ്ജൊന്ന് വന്ന് നോക്കിക്കോളാം. വന്നിട്ട് നല്ല ഒന്ന് പറഞ്ഞാളെ, രണ്ടാമത്തെ കല്യാണം ഒന്നും കേൾക്കാൻ പറ്റൂല, അതിന് ഞാൻ സമ്മതിക്കൂലെന്ന്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ മുതലെന്നെ എഴുതി വാങ്ങിക്കോളുണ്ട്. ഞാൻ പറഞ്ഞിക്കണെന്ന് ഇജ്ജ് പറയില്ലട്ടാ.
എന്റെ ഉമ്മാക്ക് ആകെ ഉള്ള ഒരു കമ്പനിയാണ് ഇപ്പൊ ഞാന് ഇല്ലാതാവും. എന്നാ ആയിക്കോട്ടെ. എന്നാല് ഞാനാണ് പോട്ടെ. ഞാനിവിടെ ആ കുൽസാത്താന്റെ പെരന്റെ ബാക്കിൽ ഇരുന്നിട്ടപ്പ ഞാൻ എന്നോട് പറയുന്നത്. എന്നാ ആയിക്കോട്ടെ. എന്നാ ശരി. അങ്ങനെ ആയാ പറ്റൂലല്ലോ. ഓള് രണ്ടാമത് കല്യാണം കഴിക്കുക. 40-40 വയസ്സായില്ല ഒന്നല്ലെങ്കിൽ ഓൾക്ക്. പിന്നെ ഈ ഓള് കല്യാണം കഴിക്കാൻ നിൽക്കും. നാണില്ലാത്ത ഓരോരോ കാട്ടില്. ഓട് ഞാനൊരു 500 ഉറുപ്പിക ചോദിച്ചപ്പോ ഓളെടുത്ത് എടുക്കാല്ലേ അത്ര. എന്തിനൊക്കെ ഓളെടുത്ത് പൈസ ഉണ്ട്, ആരൊക്കെ ഓൾക്ക് കൊടുക്കണുണ്ട്. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓള് പൈസ കണ്ടോരെ കണ്ടിട്ടുണ്ടാവൂല. ഉമ്മാ, ഉമ്മാ. ഇജോ എന്താ ഇങ്ങോട്ട് ഒരു വരവൊക്കെ? നമുക്ക് ഈ വഴിയൊക്കെ അറിയോ? ഇക്കെന്താ ഈ ഇങ്ങോട്ട് വരാൻ എന്താ വഴി നിച്ചല്ലേ? ഇക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ? ഞാൻ വെറുതെ പറഞ്ഞതാണ്. എത്ര ആയി ഇജൊന്നും ഇങ്ങോട്ട് വന്നിട്ട്? 2-3 മാസായില്ലേ? ആൾക്കാരോട് പറയാൻ പറ്റുമോ ഇതിന്റെ മകൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളത്? എന്തായാലും ചിരിക്ക്, ഞാൻ ചായ എന്തെങ്കിലും എടുക്കാം. കല്യാണത്തിന്റെ സന്തോഷൊക്കെ ഉണ്ട് മുഖത്ത്. നടന്നതന്നെ കല്യാണം. എനിക്ക് കിട്ടുന്ന സ്വത്ത് വേറൊരാളെ പേരിലാക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കൂല. ഈ കല്യാണം എങ്ങനെ ആയാലും നടക്കൂല. അതിനായിട്ട് നടത്തൂല്ല. അല്ല, എന്താ നിങ്ങളെ ഉദ്ദേശം? അതൊന്ന് പറഞ്ഞു തരുമോ? എന്താണ്? എന്തുദ്ദേശം? എനിക്കൊരു ഉദ്ദേശവും ഇല്ല. എന്താണ്? ഞാൻ ഈ കേട്ടൊക്കെ സത്യാണോ? എനിക്കതറിഞ്ഞാ മാത്രം മതി. ഇജെന്താ കേട്ടത് എന്നുള്ളതൊന്ന് ആദ്യം പറയും. നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോവാണ് എന്ന്. അതാണ് ഞാൻ അറിഞ്ഞത്. ഒരു ഉമ്മാനോട് മകൾക്ക് ചോദിക്കാൻ പറ്റണേലും പരിധിയൊക്കെ ഇല്ലേ? ഉള്ള തന്നെയാണ്. അതിനിപ്പോ എന്താ? എനിക്ക് നാണക്കേടാണ് ഇതൊക്കെ. എന്റെ കല്യാണം കഴിഞ്ഞ് പെരയിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ നിങ്ങൾ ആലോചിക്കണ? ഈ പ്രായമായിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാനിട്ടാ. 40-40 വയസ്സായില്ലമ്മ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക്. അണക്ക് നാണക്കേടോ? അണക്ക് എന്തിനാ നാണക്കേട്? അന്നെ നല്ല സ്വത്തോടു കൂടി തന്നെയാണ് ഒരു പെരേക്ക് കെട്ടിച്ച് പറഞ്ഞയച്ചിരിക്കുന്നത്. അന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്ത് നാണക്കേട് അണക്ക്? ഇജാണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ അടുത്തേക്ക് വരുന്നില്ല. പിന്നിപ്പോ എന്താ പ്രശ്നം? ഞാൻ അങ്ങനെ എന്നും ഒറ്റക്ക് നിക്കണം എന്നാണോ ഇജ്ജ് പറയണത്? എനിക്കൊരു തോന്നൊന്നും വേണ്ടേ? എന്താ ഒറ്റക്ക് ജീവിച്ചാല്? ഈ ഒറ്റക്ക് ജീവിക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ട്? ഭർത്താവ് മരിച്ചേക്കാനായിട്ട് വേറെ കല്യാണം ഒന്നും കേൾക്കൂല ആരും. എന്നെ കൊണ്ട് നിങ്ങൾ കൂടുതൽ പറയിപ്പിക്കണ്ട. അല്ലെ കണ്ട ആണുങ്ങൾക്കേ ഇന്റെ വാപ്പാന്റെ പേരിലുള്ള സ്വത്തും മുതലും കൊടുക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കൂല. അപ്പൊ അതാണ് കാര്യം. സ്വത്തും മുതലൊക്കെ ഓൽക്ക് പോയാലോ എന്നുള്ള പേടിയില്ലേ? അല്ലാതെ ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ഉമ്മാന്റെ കുട്ടിയുടെ കാര്യം നോക്കിയാൽ മതി. ഇന്റെ കാര്യം നോക്കാനേ ഞാൻ ഉണ്ട് കേട്ടോ. വന്നിട്ട് ഉമ്മാന്റെ കല്യാണക്കാരും ചോദിച്ചെങ്ങാണ്ട്. എനിക്കറിയാം ഓൾ ഇവിടെ എത്തും എന്നുള്ളത്. സൈനബാനോട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ തള്ളക്ക് എന്തിന്റെ കേടാണ്? ആൾക്കാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? എന്റെ വാപ്പാന്റെ പേരിലുള്ള മുതലാണിത്. അപ്പൊ എനിക്ക് അവകാശപ്പെട്ടതല്ലേ? അത് വേറൊരാൾക്ക് കൊടുക്കുക. എന്തായാലും പെരപ്പണി നടക്കാണ്. പെരെങ്ങനെയെങ്കിലും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുതലെങ്കിലും ഒക്കെ കൊണ്ടോണം. സമ്മതിക്കൂലേ? ഫോണക്കടിക്കാം. ഫോൺ എന്റെ മുന്നിൽ നിൽക്കാത്ത ചിലപ്പോ അയാളെന്നെ ഇക്കാരം. എന്താ പറയണെന്നുള്ളൊന്ന് കേക്കണല്ലോ. ഹലോ,
ആ ഓള് വന്നിട്ടുണ്ട്. അതാ ഞാൻ എടുക്കാൻ നേരം വൈകിയത്. ഞാൻ ആ സൈനബാനോട് പറഞ്ഞേനു ഈ കാര്യങ്ങളൊക്കെ. ഇക്കറിയുന്ന ഓളെ വിളിച്ച് പറയുന്നു. അതിന് വേണ്ടിട്ട് തന്നെ ഞാനത് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ പറഞ്ഞ ഐഡിയ നന്നായുള്ളൂ. എന്നോട് കുറെ നേരം ചാടി കളിച്ചു. ഓക്ക് സ്വത്ത് പോവെന്നുള്ള പേടിയാണ്, വേറെ ഒന്നുമല്ല. അല്ലാതെ ഇമ്മാനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഓളത് പറയുന്നത്. ഞാൻ പറയുന്നത് കേക്കോണം അവക്ക്, അതാ പേടി. ആ ആ ഇത് അയാളെന്നെ ഇക്കാരം. അപ്പൊ അവിടെ വരെ എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ കല്യാണം നടക്കൂല, നടത്തും ചെയ്യൂല. ഓളെ ഇനി ഇങ്ങോട്ട് വരട്ടെ. ഓക്കിന്നെ കാണണമെന്ന് പോലും തോന്നുന്നില്ലല്ലോ. അതാ ഞാൻ ആലോചിക്കണം. ഇപ്പൊ ഉമ്മാന്റെ കല്യാണം അറിഞ്ഞപ്പോൾ വേഗം ഇങ്ങോട്ട് വന്നിക്ക സ്വത്തിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട്. അപ്പൊ ഓൾക്ക് സമയമൊക്കെ ഉണ്ട്. ആ ഇനി പറഞ്ഞോളാം ഞാന്. എന്നാ ശരി, എന്നാ ഞാൻ വിളിക്കണ്ട്. തൊള്ളയുടെ ഫോണിൽ കഴിഞ്ഞില്ലേ, എന്നിട്ട് വണക്കൊന്ന് പോവാൻ. അല്ല, നിങ്ങൾ ഈ തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക? എന്ത് തീരുമാനം? നിങ്ങൾ ആർക്കപ്പ ഈ വിളിക്കണത്? അതൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ആരോട് ഫോൺ വിളിച്ചാൽ അനക്ക് എന്താണ്? ഇജ് വന്നപ്പോ തുടങ്ങിയതാണല്ലോ എന്റെ നേരക്ക് ചാടല്. ഇജ് എന്നെ കാണാൻ വേണ്ടി വന്നത് തന്നെയാണ്. അത് ഇനി വേറെ വല്ല ആവശ്യത്തിന് വന്നതാണോ? എന്താണ് എന്റെ മനസ്സില്? ആ, ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതൊന്നല്ല. നിങ്ങളെ കല്യാണാണെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നത്. ആരാണാവോ ഈ മഹാനി? ഞാൻ എന്നോട് പറഞ്ഞില്ലേ, എന്നോട് ഇളയമ്മ മൂത്തമ്മ ഒക്കെ പറഞ്ഞത് എന്താണ്? എന്റെ മകൾ എന്തായാലും എന്നെ തിരിഞ്ഞു നോക്കണമൊന്നുമില്ല, എനക്ക് വേണ്ട ഒരു ജീവിതം. ഈ പെരനുള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിനുള്ളിൽ നിൽക്കുന്നത്. ഈ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് നോക്കിക്കണെന്നെ. ഇക്ക് വെയ്യാതെ കിടക്കുമ്പോഴെങ്കിലും ഒന്ന് വന്നിക്കണ. അപ്പൊ ഇത് ടൂറിലേക്കാരം അല്ലെങ്കിൽ വേറെ ഉള്ളോടത്ത് ഏക്കാരം. എന്തെങ്കിലും ചിന്റെ കാര്യം ഒന്ന് ആലോചിച്ചിക്കണ? എവിടെ ഉള്ളതാണ് ആവോ ഇത്ര പുണ്യാളൻ? എവിടുത്തെ ആയാലും പണക്കൊരു കുഴപ്പമില്ലല്ലോ. ആ ആൾ ഇന്നെ നല്ല നോക്കും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി, ഈ സ്വത്തൊന്നും ഉമ്മാന്റെ കുട്ടിക്ക് കിട്ടുന്നുള്ള ആ പൂതി ഉണ്ടല്ലോ, ആ ഒരിക്കലും നടക്കൂല. ഇനി ഇന്ന ആരാണോ കല്യാണം കേൾക്കണ, അല്ലെ ഇന്ന ആരാ നോക്കണെന്ന് വെച്ചാൽ ഓൽക്കെ ഞാനത് കൊടുക്കുള്ളൂ. ആ, ഇതെങ്ങനെ നിങ്ങൾ അയാളെ പേരിൽ എഴുതി കൊടുക്ക? ഇത് ഇന്റെ വാപ്പാന്റെ മുതലല്ല, അപ്പൊ എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലത്? ശരിയാണ്, അന്റെ വാപ്പാന്റെ മുതൽ തന്നെയാണ്. അന്റെ വാപ്പ ഇന്റെ പേരിലാക്കി തന്നിക്കണു. എനിക്ക് ഇനി എന്താച്ച ചെയ്യാലോ? ഇജി ഇരിക്കുണ്ടെങ്കി ഇരിക്കുക, പോവുണ്ടെങ്കി പോവുക. എന്തെങ്കിലും തീരുമാനം എനിക്ക് എടുക്കാം. എനിക്ക് വേറെ പണികളുണ്ട്. അന്തും വീടിനും നടക്കണില്ല. കാണിച്ചരാ. ഇനി ഞങ്ങള് തീരും കയറൂലല്ലോ. ഇനിയിപ്പോ ഇവിടെ ഞാൻ നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഞാൻ പോവാണേ. ഉച്ചക്കുള്ള ചോറ് തിന്നിട്ട് പോയാ മതി. ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കൂട്ടാനൊക്കെ. ഇക്ക് വേണ്ട നിങ്ങളെ ചോറും ചാറൊന്നും. നിങ്ങളാനെ ഇരുന്നിട്ട് തിന്നോളി. ഞാൻ എന്തായാലും പോവാ. ഇഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനും ഞാൻ നിക്കണില്ല. എനിക്ക് ഞാൻ പറഞ്ഞോ നിങ്ങൾക്ക് കേൾക്കാൻ വയ്യല്ലോ. അല്ല, ഞാൻ ഇപ്പൊ ഈ കല്യാണം കേൾക്കാൻ പോകണ്ടെന്ന് ഇപ്പൊ ആരാ എന്നോട് പറഞ്ഞത്? ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നോട് ആര് പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾക്ക് എന്താ? സെഫിയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് രാവിലെ ഓള് വന്നീന്. ഓളോട് ഞാൻ കൽപ്പിച്ചൂട്ടി പറഞ്ഞ തന്നെയാണ്. ഇത് എന്റെ ചെവിയിൽ എത്തിക്കുന്നുള്ളത് 100% എനിക്ക് ഉറപ്പായിരുന്നു. ഇത് വരും ചെയ്യുന്നു എനിക്കും അറിയായിരുന്നു. ഇത് എന്റെ ഇളയമ്മാന്റെ ബുദ്ധിയാണ് ഈ പറച്ചിലൊക്കെ. അല്ല, ഞാൻ ആരെ കല്യാണം കേൾക്കാനാ എന്നിച്ച് പറഞ്ഞ? അങ്ങനെ വാപ്പ മരിച്ചിട്ട് ഇത്രയും കൊല്ലായി, എന്നിട്ട് ഞാൻ വേറെ ഒരാളെ ജീവിതത്തിലേക്ക് ഞാൻ പോയിട്ടില്ലല്ലോ. അന്നെ ഇത്രയും കാലം ഞാൻ നോക്കി വളർത്തിയില്ലേ. നോക്കി വളർത്തി ഒരു കല്യാണമൊക്കെ കേൾപ്പിച്ച് നല്ല പണ്ട് മുതൽ തന്നെ എന്നെ കെട്ടിച്ച് പറഞ്ഞയച്ചിരുന്നത്.
എന്നിട്ടുണ്ടല്ലേ സ്വന്തം ഇമ്മ ഒറ്റക്കാണെന്നുള്ള ചിന്തെങ്കിലും അനക്ക് അത് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ അനക്ക്. ഒന്ന് വന്ന് കാണാൻ ഞാൻ എത്ര വട്ടം ഞാൻ എന്നെ വിളിച്ച് ഒന്ന് വായോ 2 ദിവസം നിക്ക് ഇമ്മക്ക് എന്റെ പിന്നാലെ നിക്കാനുള്ള പൂതി കൊണ്ട് പറഞ്ഞതേന്ന്. അപ്പൊ അനക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഉമ്മാന്റെ കല്യാണാണെന്ന് പറഞ്ഞപ്പോ വേഗം ചാടി കയറി വന്ന് സ്വത്തും മുതലും കിട്ടാൻ വേണ്ടിട്ട്. എന്റെ കല്യാണമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. എന്റെ ഇളയൻ എന്നോട് അറിഞ്ഞതാണ് എന്റെ സങ്കടം കണ്ടിട്ട് ജിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക് എന്നാണെങ്കിൽ എന്റെ മകളൊന്ന് വന്നാലോന്ന്. ഇപ്പൊ വന്നപ്പോഴാണ് ഉമ്മാക്ക് കൂടുതൽ സങ്കടമായത്. ഉമ്മാനെ കാണാനല്ല വന്നത്, ഉമ്മാന്റെ മുതല് ചോദിക്കാനാ വന്നത്. എന്റെ ജീവിതത്തിൽ ആരും വേണ്ട, ഞാൻ ഒറ്റക്ക് മതി. ഇനിക്ക് സമാധാനത്തോടെ ഇരിക്കാലോ. എന്റെ മകൾ ഇനി എന്റെ അടുത്ത് ഒരിക്കലും വരൂലെന്ന് വിചാരിച്ചിട്ട്. ഉമ്മാന്റെ കുട്ടിക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലല്ലേ. എന്റെ വാപ്പ ഉണ്ടായി നന്ദി എത്ര സന്തോഷത്തോടെ നമ്മളെല്ലാരും കൂടി നിന്നിരുന്ന ആർക്കറിയില്ലേ. ഇമ്മാൻ ഒരു വട്ടം പോലും എന്റെ ഇപ്പൊ ഒറ്റക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ നമുക്ക് കുടുംബമൊക്കെ ആയപ്പോ ഉമ്മ വേണ്ട. ഉമ്മാന്റെ ജീവിതത്തിൽ ഇങ്ങനെ വേറൊരാളുണ്ടാവൂല. അത് ഉമ്മാന്റെ കുട്ടിക്ക് വാക്ക് തരികയാണ്. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, ഇമ്മാനെ വേണം കാണണം എന്നുണ്ടെങ്കിൽ വരാം, ഉമ്മ ഇവിടെ ഉണ്ടാവും. എന്തായാലും നീ ചോർന്നിട്ട് പോയാ മതി. കൊറേ ദിവസത്തിന് ശേഷം വന്നതല്ലേ ജി. ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടാനൊക്കെ, അത് തിന്നിട്ട് പോവാ. എന്റെ അടുത്തും തെറ്റന്നെയല്ലേ സംഭവിച്ചേ. ഒരു വട്ടം പോലും ഞാൻ എന്റെ ഉമ്മാനെ കാണാനോ സംസാരിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ സുഖം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എന്റെ ഉമ്മ ഒറ്റക്കാണെന്നുള്ള ചിന്ത പോലും എനിക്ക് ഉണ്ടായിട്ടില്ല.